നാഷണൽ സിനാരിയോ വിട്ടിട്ട് കേരള സിനാരിയോയിലേക്ക് വന്നപ്പോൾ സന്ദർഭം ചോദിച്ചത് മൈനോറിറ്റീസ് LDFിലേക്ക് അടുത്ത് വരികയാണ്. അത് ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ റിഫ്ലക്ട് ചെയ്യുമെന്ന് അല്ല, അടുത്ത് വരാണെന്നൊന്നും അങ്ങനെ 100% നമുക്ക് പറയാൻ പറ്റില്ല. എന്താ കാര്യം എന്നറിയോ, ഇത്തവണത്തെ ഇലക്ഷനിൽ ഇറ്റ് ഇസ് എ അപ്രൈസൽ ഓഫ് ദി പിണറായി വിജയൻസ് ഗവൺമെൻറ് 2. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരണമെന്നില്ല. പിന്നെ നമ്മൾ പറയണ മാതിരി ക്രിസ്ത്യൻസ് മുസ്ലിംസ് ഒന്നുമില്ല. 50% പേര് അങ്ങനെയൊന്നുമല്ല വോട്ട് ചെയ്യുന്നു. അവരിപ്പോൾ നമ്മൾ തന്നെ ഇവിടെ ഇരിക്കുന്നവർ അങ്ങനെയല്ല വോട്ട് ചെയ്യുന്നു. ഞാൻ വോട്ട് ചെയ്യണം അങ്ങനെയല്ലോ, അങ്ങനെയാണ്. പിന്നെ അവർ പാർട്ടി വൈസ് ആയിട്ടില്ല വോട്ട് ചെയ്യുന്നു. അല്ല, അതിങ്ങനെയാണ്. അല്ല ഇല്ല 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 ഞാൻ അല്ല, അതിപ്പോൾ വന്നതല്ലേ, അതിപ്പോൾ ഇവർ വന്നപ്പോൾ വന്നതാണല്ലോ. അല്ല അല്ല ഞാൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എല്ലാ കമ്മ്യൂണിറ്റീനെയും നമ്മൾ എടുക്കാം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇന്നത്തെ മന്ത്രിസഭയിൽ ആരാണ് എല്ലാ മന്ത്രിമാരും? നായർ. ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ, ഇല്ല. കോൺഗ്രസിൻ്റെ ടോപ്പ് ലീഡേഴ്സ് ആരാ? അവരും നായർ ആണല്ലോ. BJPയുടെ ടോപ്പ് ലീഡേഴ്സ് ആരാ? അവരും നായർ. അല്ല, 70 അത് വെറുതെ കൊണ്ടുവന്ന്, അതെ ഇല്ല, അതുകൂടെ വെറുതെ വെച്ചാണ്. അത് ഇവിടെ അതിപ്പോൾ മാറ്റാണ്. ശ്രീധരൻപിള്ളയ്ക്കല്ലേ ഉണ്ടായിരുന്നു, എന്നിട്ട് ഇപ്പം മാറ്റി മുരളീനെ കൊണ്ടു വെച്ചാണല്ലോ. അല്ലേ, അത് പറഞ്ഞുതരാം. ഞാനത് അൺചാരിറ്റബിൾ വേർഡ്സോ യൂസ് ചെയ്തായിരിക്കാൻ വേണ്ടി പറഞ്ഞുതരാം. ഇറ്റ് ഈസ് എ ബോഡി ഇസ് ഈഴവ, ഹെഡ് ഇസ് നായർ. അതിപ്പോഴല്ലേ അല്ല, മന്ത്രിസഭയല്ലേ ഞാൻ പറഞ്ഞോളൂ. ഞാൻ പാർട്ടിയെ പറ്റി പറഞ്ഞല്ലോ. പാർട്ടി ഈഴവാണ്, പക്ഷെ മന്ത്രിസഭ ഫുള്ളി നായർ ഡോമിനൻ്റ് അല്ലേ. മന്ത്രിസഭ ആലോചിച്ചോ, എല്ലാവരും നായന്മാരില്ല, അധികം വരും ആണ്. അത് കുറ്റമായിട്ടല്ല പറഞ്ഞത്, അത് ആ പാർട്ടി അതൊന്നും നോക്കണില്ല എന്നുള്ളതാണ്. ആ പാർട്ടി അതൊന്നും അതൊന്നും നോക്കുന്നില്ല. ഇപ്പം നമുക്ക് ഇപ്പോൾ രാജീവ്, MP രാജേഷ്, ബാലഗോപാൽ എല്ലാം നായന്മാരല്ലേ. അത് അങ്ങനെ നായരായിട്ടല്ല. അവരോട് തന്നെ നമുക്ക് ചോദിക്കണത്. ഞാനൊരിക്കൽ പ്രദീപിനോട് ചോദിച്ചു, എത്ര പേര് നായറുണ്ട്? ഈ ഡോക്ടറെ അത് എനിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞു മൂപ്പര്. ഞാൻ പറഞ്ഞു, പ്രദീപ് ഇതൊക്കെ ഒന്നും പഠിക്കൂല, കുറച്ച് നമ്മുടെ അറിവിന് ജനറൽ നോളജിന് വേണ്ടിയിട്ട് പഠിക്കുന്നു. വാലൊക്കെ മുറിച്ച് പറഞ്ഞല്ലോ. കുറച്ചൊരു സൂപ്പർഫിഷ്യൽ അല്ലേ. എന്താ വെച്ചാൽ പ്രത്യേകിച്ചും കേരള സൊസൈറ്റിയിൽ നമ്മൾ ഓഫ്ലൈറ്റ് കാണുന്ന 2 ട്രെൻഡുകളിൽ ഒരെണ്ണമാണ് ആദ്യം താങ്കൾ പറയുന്നത് പോലെ നമ്മൾ കൂടുതൽ ഒരു എക്സ്ട്രീം എലമെന്റിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞാൽ നിക്കാബ് ഒക്കെ അതിന്റെ ഒരു വശം മാത്രമാണ് വളരെ എക്സ്ട്രീമായിട്ട്, അത് അറബ് കൾച്ചർ വരുന്നതിന്റെ ഭാഗം. അതേപോലെ തന്നെ കൂടുതൽ നമ്മൾ എക്സ്ട്രീമായിട്ട് കാസ്റ്റ് മൈൻഡഡ് ആയിട്ട്, കമ്മ്യൂണൽ മൈൻഡഡ് ആയിട്ട് മാറുന്നുണ്ട്. അല്ല അതുണ്ട് എന്നുള്ളത് മേ ബി ഇറ്റ് ഈസ് കറക്റ്റ്. അതിപ്പോൾ കാസ്റ്റ് 57 തന്നെ നിങ്ങൾക്കറിയാലോ. മന്നത്ത് പത്മനാഭനും ചർച്ചും എല്ലാം കൂടെ യോജിച്ചിട്ട് CH ഉണ്ടയിൽ ആണല്ലോ വിമോചന സമരം നടത്തിയത്. അത് കേരളത്തിലുണ്ടത്. പക്ഷെ അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ചെറിയൊരു ശതമാനം ആൾക്കാർ അങ്ങനെ ഉള്ളൂ. ഇപ്പം ഞാൻ ഒരിക്കലും അങ്ങനെയല്ല വോട്ട് ചെയ്യുന്നത്. ഞാൻ വോട്ട് ചെയ്യുന്നത് വേറെ രീതിയിലാണ്. എനിക്കിഷ്ടം അനിഷ്ടം മാതിരിയാണ് ഞാൻ വോട്ട് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ ഒരിക്കലുമല്ല നെവർ. റിലീജിയസ് ആയിട്ടല്ല വോട്ട് ചെയ്യണം. പൊളിറ്റിക്കലായിട്ട് വോട്ട് ചെയ്യുക. പൊളിറ്റിക്കൽ വോട്ടാണ്. അപ്പോൾ അല്ല, അങ്ങനെയാണെങ്കിൽ പണ്ട് എനിക്ക് ലീഗ് ചേർന്നാൽ പോരാ. ഞാൻ ചേർന്നില്ലല്ലോ. എല്ലാ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുമല്ലോ ചേർന്നാൽ. ഞാൻ ചേർന്നില്ലല്ലോ. അപ്പോൾ ഇതിലെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഈ മീഡിയ, ഇപ്പോൾ നിങ്ങളൊക്കെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ എന്ത് മഫത്തരം പറഞ്ഞാലും നിങ്ങൾ ഭയങ്കരമായിട്ട് കൊടുക്കും. ശരിയാ? ഇന്ത്യൻ പ്രശ്നമല്ല ഞാൻ പറഞ്ഞത്. ശരി. മറ്റയാൾ എന്ത് മാലിഗ്രൻ്റായിട്ട് പറഞ്ഞാലും അതും കൊടുക്കും. അതായത് സുകുമാരൻ നായർ. അതേമാതിരി തന്നെയാണ് ആൻഡ്രൂസ് താഴത്തും ഇതുമാതിരിയുള്ള ചില ബിഷപ്പ്മാരും. മനസ്സിലല്ലേ? അവർ വളരെ മാലിഗ്രൻ്റായിട്ട് സംസാരിക്കുക. അത് നിങ്ങൾ ഭയങ്കരമായിട്ട് കൊടുക്കും. അങ്ങനെ നടക്കും, ഇങ്ങനെ നടക്കും, അടുത്ത ഇലക്ഷനുകളെ കണ്ടോളാം. തൃശ്ശൂർ കണ്ടല്ലോ താഴത്തിന് എന്ത് സ്വാധീനമുണ്ടെന്നും ഗവൺമെൻറ്റിനെതിരായിട്ട് വെള്ളാപ്പള്ളിയിൽ നിന്ന് ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നും കാന്തപുരം അവിടെ ശംസുദ്ദീനെ തോപ്പിക്കാൻ പോയപ്പോൾ എന്താണ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നത്. അപ്പോൾ അതൊന്നും നടക്കണില്ല ഇവിടെ. അതായത് ഒരു മിഥ്യയാണത്. അതായത് ഇങ്ങനെ കാസ്റ്റ് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, മനസ്സിലല്ലേ? പക്ഷേ കാസ്റ്റിനെ നമ്മൾ നല്ലൊരു അളവോളം ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. അത് ഇല്ല ശരിക്കും, മനസ്സിലല്ലേ? പിന്നെ നമ്മൾ അതായത് ഇപ്പോൾ എനിക്കെന്തെങ്കിലും കിട്ടണമെന്ന് വെച്ചാൽ പെട്ടെന്ന് ഞാൻ മുസ്ലിമായി മാറും. മുസ്ലിമൊക്കെ ഇവിടെ ഒന്നും കൊടുക്കണില്ല,
കോഴിക്കോട് സീറ്റ് മുസ്ലിമിന് കൊടുത്തിട്ട് എത്ര കാലമായി, എന്തെങ്കിലും രാഘവന് മാത്രം കൊടുക്കുന്നത് 2-3 തവണയായിട്ട്. അതിന് മുമ്പ് അടിയോടിക്ക് കൊടുത്ത്, മറ്റേ ആൾക്ക് കൊടുത്ത്, അതിന് മുമ്പ് സെയ്തോമേന് കൊടുത്താൽ ഇനി എനിക്കൊരു ചാൻസ് തരണം എന്ന് പോയിട്ട് വാദിക്കുന്നതാണ്. അങ്ങനെയാണത്. അല്ലാതെ ഐ വിൽ ഗിവ് അനദർ എക്സാമ്പിൾ. ഇപ്പോൾ റെനീഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ ഇവിടെ, എൻ്റെ പയ്യനെ കണ്ടില്ല, മൂപ്പര് ഒരു 10 കൊല്ലമായിട്ട് മൂപ്പര് എൻ്റെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് പോണ വഴിക്ക് പെട്ടെന്ന് എനിക്കൊരു ബാക്ക് പെയിൻ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, റെനീഷ് ഒരു കാര്യം ചെയ്യും, നീ ആ കാർ അവിടെ നിർത്തിയിട്ട് ഞാൻ അവിടെ ഇരുന്നോളുണ്ട്, നീ പോയിട്ട് നിസ്കരിച്ചിട്ടോ. അപ്പോൾ ഈ ടോൾഡ് മീ, സാറിനത് മനസ്സിലായിട്ടില്ല, ഞാൻ ഹിന്ദു ആയിരുന്നു. ഇപ്പോൾ ഇവിടെയുള്ള പയ്യൻ തന്നെ റെനീഷ്. ദാറ്റ് ഈസ് അവർ കൾച്ചർ ഹിയർ. അതിനെ തകർക്കാനായിട്ടുള്ള ശ്രമങ്ങളല്ല. പക്ഷേ ആ തകർക്കാൻ ശ്രമം നടത്തുന്നത് ഒരു തർക്കവും വേണ്ട, അത് BJP ആണ്. അതിലെനിക്ക് യാതൊരു തരത്തിലുള്ള ഇതുമില്ല. അത് BJP അനാവശ്യമായിട്ട് ഒരു മുസ്ലിം വിരോധം കൊണ്ടുവന്നു. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അൺഫോർച്ചുനേറ്റ്ലി ഈ പ്രീ പാർട്ടീഷൻ എറയിലെ കാര്യങ്ങളാണ് അവരിപ്പോഴും കൊണ്ടുനടക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ല. പ്രീ പാർട്ടീഷൻ എറയിൽ മുസ്ലിങ്ങളായിട്ടുള്ള കുറേ ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. അവർ രാജ്യം ഭരിച്ചിരുന്നു, അപ്പോൾ അവരായിട്ടുള്ള മുഗൾ കാലഘട്ടം അതിലെ ചരിത്രമൊക്കെ മാറ്റിയിരുന്നു. അത് സാധനം അവരിപ്പോഴും കൊണ്ടു നടക്കുകയാണ്. ഞാൻ അതിനകത്ത് വേറൊന്നും ബദൽ പറയാം. ഞാൻ ഹിറോഷിമയിൽ പോയിരുന്നു. ഹിറോഷിമയിൽ പോയപ്പോൾ അവിടെ കുറേ ഫോട്ടോ, ഇങ്ങനെ ആൾക്കാരും ഭയങ്കരമായിട്ട് കത്തിപ്പോയ ആൾക്കാരും കരിഞ്ഞുപോയ ആൾക്കാരും ഫോട്ടോ മുഴുവൻ. അപ്പോൾ അവിടെ കുറേ അമേരിക്കൻ ടൂറിസ്റ്റ് ഉണ്ട്, അവരുടെ കൂടെ കുറേ ജപ്പാൻകാരടക്കമുണ്ട്. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് ചോദിച്ചല്ല, നിങ്ങളിവരുടെ കൂടെ യു ആർ വാക്കിംഗ് വിത്ത് ദീസ് പീപ്പിൾ, ഓൾ ദീസ് തിങ്സ് ഹാവ് ബീൻ ഡൺ ബൈ ദ അമേരിക്കൻസ്. അവരെന്താ പറഞ്ഞത്? ദാറ്റ് ഈസ് ഓൾ ലോങ് അഗോ. മേ ബി ദർ സം മിസ്റ്റേക്ക് ബൈ അവർ പീപ്പിൾ ഓൾസോ. അത് ആ 70 കൊല്ലമായിട്ടുള്ളൂ. നമ്മളിപ്പോഴും എന്താ പറയണേ? നമ്മളിപ്പോഴും പറയണത് എന്താ? ബാബർ കെ ഔലാദ്, അല്ലെങ്കിൽ മുഹമ്മദ് ഓഫ് ഗസനിയൊക്കെ ഏത് കാലഘട്ടം, 800 years ago. അത് ആണ് ഇപ്പോഴും ഇവർ കൊണ്ടു നടക്കുന്നത്. പിന്നെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഒന്ന് ഈ ഉറുദു സംസ്കൃതം ഇഷ്യൂ. ഈ ഹിന്ദി ഈസ് സാൻസ്ക്രിറ്റൈസ്ഡ് നൗ. പ്രീവിയസ്ലി ഇറ്റ് വാസ് പേർഷ്യനൈസ്ഡ്. അത് ഇവരെടുത്ത് കളയുന്നുണ്ട്. അതിന് ഇവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പാകിസ്ഥാനിൽ ഇവർ പോയിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ എല്ലാ സംസ്കൃതവും വാക്കുകൊടുത്ത് കളഞ്ഞു. എന്നിട്ട് അവർ ഫുൾ പ്രഷറാക്കി. അതെ. അതിനപ്പുറത്ത് പറഞ്ഞുതരാം, തമിഴ്നാട്ടിൽ പെരിയാറും കൂട്ടരും അവരെല്ലാം സംസ്കൃതം എടുത്ത് കളഞ്ഞു. സെന്തമിഴ് എന്നും പറഞ്ഞിട്ട് അവർ എടുത്ത് കളഞ്ഞു. ബംഗ്ലാദേശിൽ തിരിച്ചും ചെയ്ത്, എന്താ വെച്ചാൽ ഉറുദു ഒക്കെ എടുത്ത് കളഞ്ഞു. എന്നിട്ട് അത് സംസ്കൃതം മുഴുവൻ ചേർത്തി. ബംഗ്ലാദേശ് ഭവൻ, മനസ്സിലായില്ലേ? അവരെല്ലാ വേർഡ്സും സാൻസ്ക്രിറ്റാണ് ബംഗ്ലാദേശിൽ, പ്യുവർ ബംഗാളി ഭാഷ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മളൊരു ഗോയിങ് ബാക്ക് ഇസ് നോട്ട് കറക്റ്റ്. പിടിയിട്ടില്ലേ? അവർ ദേ ആർ ലിവിങ് ഇൻ ദ പാസ്റ്റ്. അതങ്ങനെ നടന്നിട്ടുണ്ട്, ഇങ്ങനെ നടന്നിട്ടുണ്ട്, ഇവിടെ അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ രണ്ടാമത്തെ വലിയൊരു കാര്യം എന്ന് വെച്ചാൽ, 2 കൂട്ടരല്ലേ ഉള്ളൂ ഇവിടെ. 2 സവർണരാണ്. ഈ പറയുന്ന ആൾക്കാർ സവർണരാണ്, ഈ മുസ്ലിമും സവർണരാണ്. അവർ രണ്ടുപേരും കൂടെ തമ്മിലുള്ള ഒരു ഡോമിനേഷൻ ഇഷ്യൂ ആണ് ഈ കാണുന്നത്. അതുകൊണ്ടാണ് അത് സൗത്തിൽ ഇതൊന്നും വലുതായിട്ട് വരാത്തത്. എനിക്ക് പറഞ്ഞാൽ സൗത്തിൽ, നോർത്തിൽ ഇത് ഫുൾ ഭയങ്കരമാണിത്. ഹിസ്റ്ററി ആയാലും ഉറുദു ആയാലും സംസ്കൃതം ആയാലും ഒക്കെ ഭയങ്കര ഇഷ്യൂ ആണ്. അത് ഹിസ്റ്റോറിക്കലാണ്. അതാണ് ഇവരിപ്പോൾ പേരുകളൊക്കെ എടുത്ത് കളയുന്നു, പേര് മാറ്റുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. അത് എൻ്റെ അഭിപ്രായത്തിൽ അതിൽ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല.